DF ഓഫീസ് അതിക്രമിച്ച കേസിൽ PV അൻവറിന് ആശ്വാസം. നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചതോടെ അൻവർ ജയിലിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് മടങ്ങി. 8:30 തവനൂരിലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അൻവറിനെ DMK പ്രവർത്തകർ വലിയ വരവേൽപ്പ് നൽകിയാണ് സ്വീകരിച്ചത്. പൊന്നാട അണിയിച്ച് ഉള്ള വരവേൽപ്പാണ് ഇപ്പോൾ PV അൻവറിന് ജയിലിന് മുന്നിൽ പ്രവർത്തകർ നൽകിയത്. അത് കഴിഞ്ഞ് PV അൻവർ രാഷ്ട്രീയ നിലപാട് കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഒറ്റയാൾ പോരാട്ടമല്ല, മറിച്ച് UDF-മായി കൈകോർത്ത് സർക്കാരിനെതിരെ പോരാടുകയാണ് ലക്ഷ്യമെന്ന് ജയിൽ മോചിതനായതിനു ശേഷം PV അൻവറിന്റെ പ്രതികരണം വന്നു. UDF നേതാക്കളടക്കം ധാർമ്മികമായ പിന്തുണ നൽകിയത് ആശ്വാസമായി. അന്നും ഇന്നും VD സതീശൻ തന്നെ തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നും PV അൻവർ കൂട്ടിച്ചേർത്തു. എന്നെ തള്ളി പറഞ്ഞു എന്ന അഭിപ്രായം എനിക്ക് അന്നുമില്ല. അദ്ദേഹം എന്നെ അന്നും തള്ളി പറഞ്ഞിട്ടില്ല, ഇന്നും തള്ളി പറഞ്ഞിട്ടില്ല. നാളെ ഞങ്ങൾ കാണേണ്ടവരാണ്, ഒരുപക്ഷെ ഒരുമിച്ച് നീങ്ങേണ്ടവരാണ്. അത് അദ്ദേഹത്തിനും അറിയാം, എനിക്കും അറിയാം. ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇതുവരെ നടത്തി വന്നത്. ഈ വേറിട്ട ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ഈ പറയുന്ന ദുർഭരണം, ഈ പറയുന്ന ഭരണകൂട ഭീകരത, ഈ പറയുന്ന ന്യൂനപക്ഷ വെറുപ്പും ന്യൂനപക്ഷങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയും, ഇതിനെതിരെ UDF-മായി കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ പിണറായി സത്തെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിനായിരിക്കും ഇനി എൻ്റെ പിന്തുണ. അതേസമയം പോലീസ് പിടിയിലായ DMK നേതാവ് EA സുഗുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. നിലമ്പൂരിൽ നിന്ന് അരുൺ അമൃത നമുക്കൊപ്പം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, P ശശിക്കെതിരെ തുടങ്ങിയ പോരാട്ടം, ആ സമയത്ത് PV അൻവറിന്റെ ഒരു പൊളിറ്റിക്കൽ ഗ്രാഫ്, ഒരു മൈലേജ് ഉണ്ടായിരുന്നു. ആ തരത്തിലേക്ക് ഈ അറസ്റ്റും അത് കഴിഞ്ഞുള്ള ഇപ്പോൾ ഈ ജയിൽ മോചനവും വരവേൽപ്പും ഒക്കെ PV അൻവറിനെ വീണ്ടും കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട്. ഇന്ന് സംഭവിച്ചത് എന്തൊക്കെ? അൻവർ തിരികെ വീട്ടിലേക്ക്, ഒതായിലേക്ക് എത്തിയോ? ആര്യ, അൻവർ ഒതായിലേക്ക് എത്തുന്നതേ ഉള്ളൂ. കാരണം വഴി നീളെ സ്വീകരണമൊക്കെ പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ട്. കാരണം അൻവറിനെ സംബന്ധിച്ച് ഇതൊരു 2.0 ആണ്, ഇതൊരു തിരിച്ചുവരവാണ്, ഒരു സുവർണാവസരം കൂടിയാണ്. കാരണം തുടക്കത്തിൽ തലക്കെട്ടിൽ ആര്യ സൂചിപ്പിച്ച വാക്കിൽ തന്നെ തുടങ്ങാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഏറെ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ വിവാദങ്ങൾ നമുക്കറിയാം, ആരോപണങ്ങൾ നമ്മൾക്കറിയാം. കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഒരു ന്യൂസ് മേക്കർ ആയിരുന്നു PV അൻവർ. അതിനിടയിൽ വെച്ച് ഈ പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അൻവർ കുറച്ച് പിറകോട്ട് പോയി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ചില അപക്വമായ തീരുമാനങ്ങൾ അൻവർ എടുത്തു എന്നുള്ള വിലയിരുത്തലുകളൊക്കെ കേരള രാഷ്ട്രീയത്തിലുണ്ട്. അത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു. അത്തരത്തിൽ അൻവർ ചിത്രത്തിലില്ലാതായി, കേരള രാഷ്ട്രീയത്തിൽ സജീവമല്ലാതിരുന്നു. അവിടെയാണ് അൻവർ കൃത്യമായ ഹോംവർക്ക് ചെയ്ത് പ്ലാനോടുകൂടി ഇത്തരത്തിൽ ജനകീയ വിഷയങ്ങൾ, ഈ വന നിയമ ഭേദഗതി ബില്ല് ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെ. അതിൽ ഏറ്റവും ടേണിംഗ് പോയിന്റ് അൻവറിന് ലഭിച്ചു. ഈ പോലീസ് കേസെടുക്കാൻ തീരുമാനിക്കുന്നു, വീട് വളഞ്ഞ് അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് ജാമ്യം കിട്ടുന്നു. ഇത് ജനങ്ങളുടെ മനസ്സിലേക്ക് ഏത് തരത്തിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നുള്ള ചോദ്യം തന്നെയാണ് ഉയർന്നത്. അവിടെ അൻവർ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തിക്കൊണ്ടാണ് ഒരു ഇമേജ് വീണ്ടെടുക്കാൻ ഈ ഒരു സംഭവം, ഈ ഒരു അറസ്റ്റ് എന്തായാലും PV അൻവറിന് സഹായമായിട്ടുണ്ട്. അരുൺ, ഒരു കാര്യം കൂടി, ഇപ്പം എങ്ങോട്ടേക്ക് അൻവർ പോകും? അൻവർ ആഗ്രഹിച്ചിരുന്നു UDF-ലേക്ക് പോകാൻ, പക്ഷേ K സുധാകരനടക്കം താല്പര്യം പ്രകടിപ്പിച്ചുവെങ്കിലും എല്ലാ തരത്തിലുമുള്ള ഒരു ആശീർവാദം ലഭിച്ചിരുന്നില്ല. പക്ഷേ ഈ അറസ്റ്റ് ആ രീതിയിൽ പോലും ഗുണം ചെയ്യുന്നുണ്ട് അൻവറിന്. തീർച്ചയായും അൻവറിനെ സംബന്ധിച്ച് അതാണ് ഞാൻ പറഞ്ഞ ഒരു സുവർണ അവസരം എന്ന രാഷ്ട്രീയപരമായി ഏറെ പ്രസക്തിയുള്ള വാക്കാണ്. അൻവറിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ അവസരം, സുവർണ അവസരം കൂടിയാണ്. അത്തരത്തിലാണ് അൻവർ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. അതായത് ഈ സുധാകരനും ചെന്നിത്തലയൊക്കെ പിന്തുണച്ചപ്പോഴും VD സതീശനായിരുന്നു അൻവർ, നേരത്തെ VD സതീശനെതിരെ അൻവർ ആരോപണവും ഉന്നയിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ VD സതീശനായിരുന്നു അത്തരത്തിലൊരു തടസ്സം. അപ്പോൾ VD സതീശൻ ഒരു ഘട്ടത്തിലും തന്നെ തള്ളി പറഞ്ഞിട്ടില്ല. നാളെയും ഞങ്ങൾ കാണേണ്ടവരാണ് എന്ന് അൻവർ അവിടെ പറഞ്ഞു വെക്കുന്നുമുണ്ട്. ഇനി പോരാട്ടം ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. തലേ ദിവസങ്ങളിൽ ഉൾപ്പെടെ ലീഗും കോൺഗ്രസും ഒക്കെ അൻവറിനെ പിന്തുണച്ചതും നമ്മൾ കണ്ടതാണ്. അൻവറിനെ സംബന്ധിച്ച് ഒരു പൊളിറ്റിക്കൽ ബാക്കപ്പ് വേണ്ടത് അനിവാര്യം കൂടിയാണ്. കാരണം കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ സമീപകാലത്തൊന്നും നഷ്ടപ്പെട്ടു പോയ രാഷ്ട്രീയ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ എന്തായാലും PV അൻവറിന് കഴിഞ്ഞു. അത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് ജയിലിന് മുന്നിലും ഇന്നലെ രാത്രി മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.